ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഇരുകരങ്ങളെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യഗാനത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യഗാനത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരൊക്കെ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയിൽ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഒരു പുതിയ സൃഷ്ടിയായി തീരാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. സകല നന്മകളുടെ ഉറവിടമായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ ഇടവകയെ, രൂപതയെ, വൈദികരെ, സിസ്റ്റേഴ്സിനെ, ആത്മായ പ്രേക്ഷകരെ, തിരുസഭയെ സമർപ്പിക്കുന്നു. നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. അക്രൈസ്തവരായ മക്കളെ സമർപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, രക്തസാക്ഷികളെ, അകാലത്തിൽ മരിച്ചുപോയുള്ള കുഞ്ഞു പൈതങ്ങളെ, സഭയിലെ വണങ്ങപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ടവരെ, പേരിന് കാണുവരായ വിശുദ്ധരെ, പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ശുശ്രൂഷ പകർക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകൾക്ക് വേണ്ടി, വിശുദ്ധ അന്തോണിസിന്റെ നൊവേനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി, ജപമാലയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. വിളിച്ചേൻ 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിച്ചേൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ചുകൊണ്ട് വിശുദ്ധരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടല് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും വന്ന് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിറയട്ടെ. പേരിന് കാണുന്ന വിശുദ്ധരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മത്തായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മർക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂക്കോസേ പ്രാർത്ഥിക്ക
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തോമസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യാക്കോബേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡൊമിനിക് സാവിയോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാം അഗസ്തീനോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റോസയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ലില്ലിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസിലിയായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം മഗ്ദലേന പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാമൽഫോൻസമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാമപ്രേസ്യമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം ത്രേസ്യായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മദർ തെരേസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാകമാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ രക്തസാക്ഷികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാനവദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഇരുകരങ്ങളെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ നാലതിലുള്ള വസ്തുക്കളോ വാർത്തകളോ വാഹനങ്ങളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കുടുംബ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. സകല തടസ്സങ്ങളും മാറിപ്പോകാൻ വേണ്ടി ശബ്ദമുയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ 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 പറഞ്ഞ് സ്തുതിക്കുന്നു. ഇപ്പോ പ്രാർത്ഥിക്കുന്ന ഈ ബന്ധന പ്രാർത്ഥനയിൽ വലിയ ശക്തി വന്ന് നിറയട്ടെ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രന്റെ കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവനായകന പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാവിന്റെ മുഖ്യനിമിഷം മിക്കാനിസ് ഗബ്രീസ് റബാനെയും സകല മാലാമ്പണ്ട് വിശുദ്ധ രക്തസാക്ഷിയും വന്നയുടെ മധ്യസ്ഥയിൽ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ മാമോദിസ പൗരത്തിന് എനിക്ക് ലഭിച്ച ആത്മീയ പ്രമേയ ശക്തിയിൽ ആസ്വദിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളും അന്ധകാര ശക്തിയും ആജ്ഞാപി കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തിയെ നാരിക ശക്തിയെ തിന്മയിൽ ആധിപത്യ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങൾ സർപ്പങ്ങൾ അശുഭ പാപങ്ങൾ ശാപങ്ങൾ കൈവശങ്ങൾ ശക്തികളെ ഞങ്ങൾക്ക് ചില മോണങ്ങൾക്ക് സ്ഥാപനങ്ങൾ സ്ഥലങ്ങൾക്ക് വ്യക്തികൾക്കോ ഈ ധ്യാനം പറ്റുന്ന ഈ ശുശ്രൂഷ ആരൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞു അവർക്കോ ഏതെങ്കിലും അസ്വസ്ഥ തടസ്സം തകർച്ചുണ്ടാകുന്ന എല്ലാ ശക്തികളെയും സ്വാധീനങ്ങളെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിനെ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവചനമാക്കുകയും ഞങ്ങൾ ചില മോണങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളിൽ നിന്ന് വ്യക്തികളൊന്നും ഈ ധ്യാനം വന്ന് ഉച്ചാരണം ചെയ്യും കർത്താവിന്റെ കുരിശിന്റെ പാതിരി കഴിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഞങ്ങൾ ചില മോണങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളിലെ വ്യക്തികളോ ഈ ധ്യാനബന്ധം പ്രവേശിച്ചുകൊണ്ട് കർത്താവായ യേശുവിന്റെ ദിനത്തിൽ ഞങ്ങൾക്ക് ചില മോണങ്ങൾക്ക് സ്ഥാപനങ്ങളും സ്ഥലങ്ങൾക്ക് വ്യക്തികൾക്കോ ഈ ധ്യാനബന്ധത്തിന് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാവിന്റെ സകല മാലാമാന്റെ വിശ്വനും മാതൃ സംരക്ഷണവും ഞങ്ങൾക്ക് ചില മോണങ്ങൾക്ക് സ്ഥാപനങ്ങളും സ്ഥലങ്ങൾക്ക് വ്യക്തികൾക്ക് ധ്യാനബന്ധത്തിന്റെ കാവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ശക്തിയെ ഞങ്ങൾ ചില മോണവും സ്ഥാപനവും സ്ഥലവും വ്യക്തികളും ഈ ധ്യാനബന്ധം അനുഗ്രഹിക്കപ്പെട്ട അങ്ങേക്ക് അങ്ങനെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും സ്തോത്രം സമർപ്പിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് ഉച്ചത്തിലൊന്ന് ആഗ്രഹത്തോടെ ദാഹത്തോടെ വിളിച്ചേൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ ശബ്ദത്തില് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ
കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കർത്താവേ നീ ഇരു കരങ്ങളെ സ്തുതിച്ച് ഹല്ലേലൂയ 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 വാതോർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് യുവതി യുവാക്കന്മാരെ കുഞ്ഞു മക്കളെ മധ്യവയസ്കരുടെ പ്രായമായവരെല്ലാവരും സമർപ്പിച്ച് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ, തിരുസഭയെ പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ 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 മിഷണറിമാരെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ ധ്യാന ബന്ധങ്ങളെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള് ദാനങ്ങള് വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശുശ്രൂഷ വരങ്ങൾ ജ്വലിക്കട്ടെ, നല്ല നല്ല ദൈവങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കള് പരിശുദ്ധാത്മാവിനാൽ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപികളായ വ്യക്തികളുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായ മക്കൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് നമ്മെപ്പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി സ്തുതിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് ഈ ലോകത്തിന്റെ മോഹം വിട്ട് ഓടാനുള്ള കൃപ എനിക്ക് അനുഗ്രഹിക്കണമേ. ലോക ചട്ട സുഖം മോഹനോട് മരിക്കാനുള്ള കൃപ എനിക്ക് അനുഗ്രഹിക്കണമേ. വചനത്തിന് അഭിഷേകം നിറയട്ടെ, ജപമാലയുടെ അഭിഷേകം നിറയട്ടെ, അനുതാപത്തിന് അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. വനദാന ബലങ്ങൾ ജ്വലിക്കട്ടെ, ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയട്ടെ. ആത്മാവെ വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ 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 ആത്മാവേ. എൽറുഹായുടെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. കരങ്ങളടിച്ച് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ശക്തി പകർന്നിടണേ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കും, വൈദ്യശാസ്ത്ര എല്ലാ രോഗങ്ങളെ സമർപ്പിക്കുന്നു. അത്ഭുതമാണെന്ന് ഓരോ മക്കളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവിടുത്തെ ദൈവവചന ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. താമസമുള്ള ധ്യാന ഏകദിന കൺവെൻഷൻ സമർപ്പിക്കുന്നു. ഇടവ ധ്യാനങ്ങളെ കൺവെൻഷനുകൾ എല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. അനേക കാര്യങ്ങളെ ലക്ഷ്യങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമേ. വിദേശ സ്വദേശത്ത് ഒത്തിരിയേറെ ധ്യാന കൺവെൻഷൻ നടത്തപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ ധ്യാനങ്ങളെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു ഓരോ മക്കളെ ഇവിടെ ധ്യാനിച്ചു പോയി ഓരോ മക്കളെ സമർപ്പിക്കും. യേശുവേ നന്ദി നന്ദി നന്ദി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി നമുക്ക് മുട്ടുകൾ കുത്തി വലത് കരത്തിൽ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസം, കത്തോലിക്ക സഭയിലുള്ള നമ്മുടെ വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഈ സമയം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാന ഗർഭസ്ഥനായി കന്യാമറന്ന് പിറന്ന് പന്തിയോ പിലാത്തോസിന്റെ കാലത്ത് പീഡ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിറങ്ങി മരിച്ചവിട്ടിരുന്ന് മൂന്നാം ദിവസത്ത് സ്വർഗത്തിലേക്ക് എന്നുള്ളി സൗശത്തിലുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമാദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയം എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളായ അറിവിന്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം ഞങ്ങൾക്കും ഞങ്ങൾ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി അമ്മയെ മാതാവ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുഃഖരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമുക്ക് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പാപികളായ മക്കളെ വഴിവിട്ട ജീവൻ നയിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാവരെയും, സത്യദൈവത്തെ അറിയാത്ത എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ തന്നെ ആവർത്തിച്ച് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന നമ്മുടെ പാപാവസ്ഥകളെ, തർക്കദോഷങ്ങളെ, മൂലപാപങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആത്മശോധന ചെയ്തൊന്ന് സമർപ്പിക്കാം. ആ മേഖലയിലൊക്കെ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാം. തല്ല്, വഴക്ക്, കലഹം, അഹങ്കാരം, അസൂയ, അലസത, മോഹം, കോപം, കൊതി, ഈ മേഖലയിലെല്ലാം വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാം. വഴിവിട്ട ജീവിതം നയിക്കുന്ന, തെറ്റായ സ്നേഹബന്ധത്തിലായിരിക്കുന്ന, മദ്യത്തിനും മയക്കുമെന്നൊക്കെ അടിമപ്പെട്ടു പോയ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, രൂപതയിലുള്ള, അല്ലെങ്കിൽ ഇടവയിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, അയൽപ്പക്കത്തുള്ള, നമുക്കറിവിലുള്ള പാപജീവിതം നയിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഉദാശ ജീവിതമൊന്നും ഇല്ലാതെ കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ അകന്നു പോയവരൊക്കെ നമുക്ക് ഓർക്കാം. അനുദപിക്കുന്ന ഒരു പാപിയെ പറ്റിയ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുക, ചെറിയ സന്തോഷമല്ല. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ പറ്റി എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള നമ്മുടെ ത്യാഗം ചെയ്തിട്ടുള്ള പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ തന്നെ പാപത്തിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാന്റെ പേശല്ലമേ ആമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതലാശുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധയായി വിളങ്ങും കന്യകമേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്തുതിക്കാം. ഹല്ലേലൂയ ശക്തമായി സ്തുതിച്ചോ. ശബഹാല ബാല 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 ശബല ദദ ബബ ദദ ബബ സലാദ മബഹാല ബാല ഷിയാരിയ. സ്വയം ഞങ്ങളെല്ലാവരും വിശുദ്ധരാക്കി മാറ്റണമേ. ഹാലുലിയ അലുലിയ അലുലിയ. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. ഹാലുലിയ അലുലിയ അലുലിയ അലുലിയ. ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഷിയാ റിയ 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 ശബല തമ തല ബബ സല ഹാല ബാല തമ മബ ദബ സബ ഹാല ബാല ഷിയാ റിയ 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 റിയ. ആത്മാവേ ആത്മാവേ ആത്മാവേ. ഹാലുലിയ 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 ഹാലുലിയ. പരിശുദ്ധ പരമാദിവ്യ കാരണത്തിന് ദുഃഖത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം ഈശോയെ ചവിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്നതിന് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ പ്രധാനമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മരിച്ചുപോയവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയവരൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. 33 തലമുറയിൽ മരിച്ചുപോയവർ, അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, നമ്മുടെ തന്നെ ഒന്ന് മരണത്തെ ചിന്തിക്കുക. നമുക്ക് ഓർക്കാം. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നന്നായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുക. ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കുക. എപ്പോഴും ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കാനാണ് പറയുക. അപ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കാൻ പറയുക. ഈ സമയം നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ജീവിതാന്ത്യത്തെ ഓർത്ത് ശത്രുത മാത്രമല്ല, എല്ലാ പാപത്തിൻ്റെ മേഖലകൾ അവസാനിപ്പിക്കുക. ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവട്ടെ, വിശ്വാസം ഉണ്ടാവട്ടെ. ആ വിശ്വാസം എന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുനരുത്ഥാനം ഉണ്ട് എന്നുള്ള വിശ്വാസം അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മരിച്ചവരെയും ഓർക്കാം. അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ ആരോരും പ്രാർത്ഥിക്കാൻ. ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ അയൽപ്പക്കത്തു നിന്നും
നമ്മുടെ ദേശത്തു നിന്നൊക്കെ മരിച്ചുപോയവർ, പെട്ടെന്ന് മരിച്ചുപോയവർ ഇതൊക്കെ ഒന്ന് ഓർത്ത് നമുക്ക് ഈശോ വിശുദ്ധ ജത്രുവിനെ പഠിപ്പിച്ച ആ വിശിഷ്ടമായ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റു പറയുന്നു. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുകുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ആമേൻ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിരുമേഞ്ഞ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കൂടുതലാശുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. അത്ഭുതത്തിനെപ്പോഴും പാദാത്മായ മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയായ എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബം മരിച്ചുപോയ പൂർവ്വയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പാപശാപ ബന്ധനങ്ങൾ തടസ്സങ്ങളെല്ലാം മാറിപ്പോട്ടെ.
അപകട മരണങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോട്ടെ. ഷിയാ റിയാ 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 ശിരി ഡി 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 ഷിയാ റിയാ 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 ശബല തബബ തബല തബബ സലദിമ ബഹലബൻ ശബല ദിമ ബസിബല ദമ ബദല ദമ ബബ ശബഹല ബല 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 ശിരി ഡി 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 ഹാലുലി 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 ശിരി ഡി 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 ഷിയാ റിയാ 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 യേശുവേ നന്ദി നന്ദി ശിരി ഡി 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ദുഃഖത്തിന്റെ മൂന്നാം ദിവ്യരഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ചൊല്ലാം. ഈ രഹസ്യം പ്രധാനമായും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗികളായ മക്കളെ സമർപ്പിക്കാൻ നമുക്ക് മാനസിക അസ്വസ്ഥയുള്ള ബുദ്ധിമുട്ടുള്ള മാനസിക രോഗികൾ അങ്ങനെയുള്ള മക്കളെ സമർപ്പിക്കുക. ആന്തരിക മുറിവ്, നിങ്ങൾ വൈകാരിക രോഗങ്ങളെന്ന് വിളിക്കപ്പെടുന്ന അമിതമായ ഭയവും ദുഃഖവും നിരാശയൊക്കെ ഉള്ളവരെ സമർപ്പിക്കുക. അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം അങ്ങനെയുള്ള മേഖലകളുള്ളവരൊക്കെ നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാ രോഗികളായ മക്കൾ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, ശുശ്രൂഷിക്കുന്നവർ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നത് കാണുന്നവർ, വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മറ്റ് ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾ, ഗർഭസ്ഥ ശിശുക്കളുടെ രോഗങ്ങൾ, അങ്ങനെ രോഗികളായ എല്ലാ മക്കളെയും എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം. നമ്മെപ്പോലെ ഇതേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു 50 ലക്ഷം പേരെ സമർപ്പിക്കാം. അയൽപ്പക്കത്തുള്ളവർ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവർ, ഒത്തിരി രോഗികളായ മക്കളാണ് രോഗശാന്തി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ അത്ഭുതങ്ങൾ ജപമാല ശുശ്രൂഷയിൽ പങ്കെടുക്കുക. അവൻ തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിന് വിടുവിച്ചു. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത രോഗശാന്തിയാണ് നമ്മളിപ്പോൾ എല്ലാ അത്ഭുതങ്ങളും ജപമാലയിൽ നടന്നുകൊണ്ടിരിക്കുക. ആ സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്നെയും ഒരു സാക്ഷിയാക്കി മാറ്റണമേ. ഒരു ദിവസം എൻ്റെയും സാക്ഷ്യം ഈ അത്ഭുത ജപമാലയിൽ ഇടാൻ തക്ക രീതിയിൽ എനിക്കും ഒരു വലിയൊരു ദൈവാനുഭവം, ഒരു വൻ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ, അതെന്നിൽ മാത്രമല്ല ഇത് കണ്ടുപിടിക്കുന്ന ഒരു 50 ലക്ഷം പേരിലും സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ചാണ് ചെല്ലുക. 2 ഗണമായിട്ടല്ല, ഒറ്റ ഗണമായി നമ്മൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരേ മനസ്സോടെ ഈശോയെ നോക്കിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തോന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരാജാനെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യാങ്ങേ സഹായം ഉടലാശമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പാപികൾക്ക് പാപഭാരം പോക്കിടും സങ്കേതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരങ്ങളെടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പോരാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബലത ബബത ബബഹ ശബലത ബബബ തല ഹല ബല 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 ബല. ശബലത ബബത ബല സിമെ ബദി ബഖലതി മബോദ ബല ശബലത ബബ ശബലത ബബത ബ ശബലതി മെ ബബ ബലത ബബ. Shia ria Shabalata me bada bala sala hala bala 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 bala. Shidi di di. Hallelujah 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 hallelujah. Shabalata bada 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 basa balate me bakalata mo o sabalaka me bada bada balate mo bodo ababa mata bala hala balate mo bada bala sabalata ba ata balata baba bada balata baba baba. Shidi di. Hallelujah 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 hallelujah. Hallelujah 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 hallelujah. Shia ria പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4-ാം ദിവസം ഈശോ കുരിശും വന്ന് ഗാഗുൽത്താ മലയിലേക്ക് പോകുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസം നമ്മൾ പ്രധാനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുക? ദാഹത്തോടെ പ്രാർത്ഥിക്കുക. 2 കണ്ടീഷനാണ് പത്രോസിലേക്ക് പറയുക. 1 പശ്ചാത്തപിക്കുക, 2 യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായ ഹൃദയത്തിൽ പൂജിക്കുക. ഒരു ദാഹത്തോടെ പ്രാർത്ഥിക്കുക. നിനക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് യേശുവാണ് ഏകരക്ഷകൻ എന്ന മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. മാമോദിസയിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കുക. തിരുസഭ, മാർപ്പാപ്പ, കർദ്ദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, വചനപ്രഘോഷകർ, ധ്യാന മന്ദിരങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേകമായി നമുക്ക് ഈ രഹസ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാനമന്ദിരത്തെ സാമ്പത്തികമായും പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. അവരുടെ നിയോഗങ്ങളിൽ ഇവിടുത്തെ ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളായ എല്ലാവരും, ഇവിടത്തേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചവർ, ഇവിടെ വന്ന് ധ്യാനിച്ചു പോയ എല്ലാ മക്കളിലും പരിശുദ്ധാത്മ നിറയട്ടെ. ഇനി ധ്യാനിക്കാൻ വരാനിരിക്കുന്നവരിൽ, വരാൻ പോകുന്ന എല്ലാ എൽറുഹ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, ഇടവക ധ്യാനങ്ങൾ, കൺവെൻഷനുകളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളായ അത്ഭുത ജപമാല, വിശുദ്ധ അന്തോണീസ് നൊവേനയിൽ പങ്കെടുക്കുന്നവരിൽ, ശാലോമിലെ ശുശ്രൂഷയായ എൽറുഹ ദൈവവചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നിറയട്ടെ. അത് കാണുന്നവരെല്ലാം ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ താമസമുള്ള ധ്യാന ഏകദിന കൺവെൻഷന് പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. ആദ്യം അവിടുത്തെ രാജ്യം, നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവ് വെളിപ്പെടുത്തുന്ന 3 വീടുകളാണ് വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാ അത്ഭുതങ്ങൾ. എല്ലാ എൽറുഹ ശുശ്രൂഷയിലും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ
പൗലോസ്ലിയാരുടെ കരങ്ങൾ വഴി സംഭവിച്ചതുപോലെ എല്ലാ എൽറുഹ ശുശ്രൂഷകളും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി 5:12, അപ്പോസ്തലപ്രവൃത്തി 4:30. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുക. അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കുക. ഈ ദാസനെ ശക്തനാക്കണമേ. ഈ വചനങ്ങളും ഈ വാക്കുകളും നമ്മൾ പറഞ്ഞ പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി വിദേശ സ്വദേശി ഒത്തിരിയേറെ എൽറുഹ ധ്യാന കൺവെൻഷനുകൾ, ഈ കാലഘട്ടത്തിന് യോജിച്ച പുതിയ ശുശ്രൂഷകൾ ഉണരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നല്ല നല്ല ശുശ്രൂഷകർ, ആത്മായ പ്രേക്ഷകർ, വൈദികർ ഈ ധ്യാനമന്ദിരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് സമർപ്പിക്കാം. എല്ലാ ധ്യാനമന്ദിരങ്ങളെയും സമർപ്പിക്കാം. മിഷൻ പ്രവർത്തനം നടത്തുന്ന മിഷണറിമാർ എല്ലാവരെയും, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ നല്ല നല്ല ദൈവവിളി ഉണ്ടാകും. ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും ദൈവവിളിയെ തടയരുത്. നല്ല നല്ല സിസ്റ്റേഴ്സ്, വൈദികർ, ആത്മായ പ്രേക്ഷകർ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീഷ്ണതയുള്ള മക്കൾ വളർന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ പറ്റി പറയാനുള്ള തീഷ്ണത നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറയണമേ. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അവന്റെ ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ നര ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ശിഷ്യങ്ങളെ സഹായം കൂടുതലാശമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ ജന്മപാപമേശിടാത്ത നിർമ്മലയാം രാജ്ഞിയേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. ഹാലുലി അലുലി 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 അലുലിയ ശബ ഹല ബല 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 ശബലതമ പദ 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 ബല സമ ബബ ശബലതമ ബബ ഹല ബല ശിരിരിരിരിരി ഹാലുലി അലുലി 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 അലുലിയ പരിശുദ്ധാത്മാവിന്റെ ഫലദാന വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. യേശുവേ നന്ദി 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 ശബ ഹാല ബാല 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 എല്ലാവരും സ്തുതിക്കുന്നു. ശിരിരിരിരിരിരി 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 ഹാലുലി അലുലി 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 എല്ലാവരും സ്തുതിച്ചേ. ഹാലുലി അലുലി 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 അലുലിയ യേശുവേ നന്ദി 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 ശബ ഹാല ബാല 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 ശിരിരിരിരിരിരി പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ 5-ാം ദിവരഹസ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് 5-ാം ദിവരഹസ്യം ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുക നമ്മുടെ തന്നെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മെപ്പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരെ. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തത് ഇരട്ടിയായി കൊടുത്തു എന്ന് പറയാം. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹം ഉണ്ടെങ്കിൽ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അവരൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. ദൈവം വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെപ്പോലെ വേദന അനുഭവിക്കുന്നവരൊക്കെ സമർപ്പിച്ച് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് 2-3 പേർ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്ന ഏത് കാര്യം എൻ്റെ സ്വർഗ്ഗസ്നായ പിതാവ് നിറവേറ്റിത്തരും. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തിരിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു
അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടനാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാവം പൊറുക്കണമേ, നരാ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ചങ്ങേ സഹായം ഉടലാസുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. ദൈവദൂതന്മാർ വണങ്ങും ദൈവലോക റാണിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ശക്തിയായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. ഹാലുലി അലുലി 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 അലുലിയ ശുശ്രൂഷ വരങ്ങൾ നൽകണമേ. ഞങ്ങൾ ഈ ജപമാലയെ സമർപ്പിച്ച എല്ലാ ആവശ്യങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുവിലേക്ക് സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ദൈവഹിതപ്രകാരമായ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണമേ. ബാല 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 അലുലി 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 അലുലിയ ശബല തമ പദ ബല സമല തമ പദ ബല തമ ബബഹല ശബല ദേമ ബദല സലഹല ബാല 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 അലുലി 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 അലുലിയ Hallelujah, 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 hallelujah. Shabala dama bada 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 ba, shabala dama baba, shiari yari yari. എല്ലാവരും സുധിച്ചേ hallelujah, 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 hallelujah. വാദോട് സുധിച്ച് പ്രാർത്ഥിക്കുക. Shabala dama bada bada sama baba dama kalame mo, nabala shabala dimbo. Semi bate pela dimbo kola dama bada la dama basama. Mama bada bala hala baba dama sabala dama bada dama la da. Semi bahala bama bade basila hala bam. Hallelujah, 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 hallelujah. തിരുമുൻപിൽ യാചന ചെയ്യും ഈ മക്കളെ നീ തള്ളരുതമ്മേ. നിൻ പദമലരാൻ ചേർക്കണമിവരെ, നിത്യാനന്ദം പകരണമലിവ. നിൻ പദമലരാൽ ചേർക്കണമിവരെ, നിത്യാനന്ദം പകരണമലിവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് സാക്ഷ്യങ്ങൾ ഈ സമയം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിജു. ഞാൻ വരുന്നത് നിലമ്പൂർ വടവേർത്ത് നിന്നാണ്. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിനാണ് വന്നിരുന്നത്. ആരാധനയ്ക്ക് ശേഷം ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, വീട്ടിലിരിക്കുന്ന ഒരു സഹോദരിയുടെ വിട്ടുമാറാത്ത തലവേദന വിട്ടുമാറുന്നു, പക്ഷേ ആ വ്യക്തി സെക്കൻഡ് സ്റ്റഡ് ധരിച്ചിട്ടുണ്ട്, അത് ഊരി മാറ്റണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നത് എൻ്റെ ഭാര്യയുടെ സാക്ഷ്യം പറയാനാണ് വന്നത്. അവൾക്ക് 15 വർഷത്തോളമായി 1 മണിക്കൂർ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും തലവേദനയാണ്. പെയിൻ കില്ലർ കഴിക്കാതെ തലവേദന മാറത്തില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ടെൻഷൻ കിട്ടിയാലോ, വെയിലത്ത് നിന്ന് തലയിൽ വിയർപ്പിളകിയാലോ, ഉറക്കം ലേശം കുറഞ്ഞു പോയാലോ ഈ തലവേദന വന്നിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ധ്യാനമൊക്കെ കഴിഞ്ഞ് അവൾ ആഗ്രഹിച്ച ഇട്ടിരുന്ന ആ ഒരു സെക്കൻഡ് സ്റ്റഡ് മേക്കാതെ ഊരി മാറ്റാൻ പറഞ്ഞപ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ അത് ഊരി മാറ്റുകയും ചെയ്തു. അതുമൂലം ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ഒരു
ദിവസം പോലും ആ തലവേദന തിരിച്ചു വന്നിട്ടില്ല. ടെൻഷൻ അടിച്ചിട്ടുണ്ട്, ഉറക്കം ഒഴിച്ചിട്ടുണ്ട്, തല വിയർത്ത് കുളിച്ചിട്ടുണ്ട്, ഇതുവരെ ആ തലവേദന തിരിച്ചു വന്നിട്ടില്ല. അതേപോലെ അരമണിക്കൂർ നിന്നാലേ വെരിക്കോസിൻ്റെ കാല് പൊട്ടിയിട്ട് ചൊറിഞ്ഞ് നീരൊലിക്കുമായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യമേ ഞാൻ ഇവിടുത്തെ വെഞ്ചരിച്ച ആ ഒലിവ് ഓയിൽ തേച്ച് വിശ്വാസപ്രണവം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ ചൊറിച്ചിൽ മാറി, ആ പാട് വരെ അവിടുന്ന് മാറി. മേക്കാതെ ഊരി മാറ്റിയതോടെ എൻ്റെ മോളും അവളിട്ടിരുന്ന മേക്കാതും ഊരി മാറ്റി. അതോടെ അവളുടെ ആ അലർജി, തുമ്മുന്ന അലർജി, അതോടെ അവളുടെ ആ അലർജിയും വിട്ടുമാറി. കൂടാതെ വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ 2 വർഷത്തോളമായി കാണാതെ പോയ എൻ്റെ വെഡ്ഡിങ് റിങ് തിരിച്ചു കിട്ടി. 1 പവൻ്റെ കൊച്ചിൻ്റെ ഒരു മാല തിരിച്ചു കിട്ടി. ഇപ്പോൾ ഇതാ ഇന്നലെ എൻ്റെ വീടിൻ്റെ കാണാതെ പോയ ഒരാധാരം തിരിച്ചു കിട്ടിയിരിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. എൻ്റെ പേര് ടീന റിബിൻ. ഞാൻ സ്ഥലം വരാപ്പുഴ. അത്ഭുത ജപമാലയിലൂടെ എനിക്ക് ഈശോ തന്ന ഒരു വലിയൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഡോൺ ബോസ്കോ നോർത്ത് പറവൂർ വെച്ച എൽ റൂഹ കൺവെൻഷനിൽ എനിക്ക് കിട്ടിയ സാക്ഷ്യം കൂടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ബ്ലീഡിങ് സംബന്ധമായിട്ട് ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ കണ്ടു. അങ്ങനെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ്ങിനല്ല കുഴപ്പം, എൻ്റെ ലിവറിൻ്റെ സൈസ് എൻലാർജ്ഡ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു 3 മാസത്തേക്ക് 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വന്ന് സ്കാൻ ചെയ്തു. വീണ്ടും സൈസ് കൂടിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, മരുന്ന് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് വേണം, ബ്ലഡ് ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ വിട്ടു. ഞാൻ ആ സമയത്ത് ഡോൺ ബോസ്കോ നോർത്ത് പറവൂരിൽ എൽ റൂഹയിലെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ബഹുമാനപ്പെട്ട റാഫേൽ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ എന്നോട് പറഞ്ഞു 90 ദിവസം അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചു, എൽ റൂഹയിൽ വന്ന് നീ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വിശ്വസിച്ച് അന്ന് രാത്രി മുതൽ ഞാൻ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചു. ആ അത്ഭുത ജപമാലയുടെ ഇടയിൽ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ലിവർ സംബന്ധമായ അസുഖമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന്. അങ്ങനെ 71ാമത്തെ ദിവസം ഞാൻ പോയി സ്കാൻ ചെയ്തു. ഡോക്ടറല്ല പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഡോക്ടറെ ആദ്യം ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പൊക്കെ പോരെയെന്ന് ചോദിച്ചു. ഡോക്ടർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു. എൻ്റെ ലിവറിൻ്റെ സൈസ് നോർമലായി, ബ്ലഡ് ടെസ്റ്റ് നോർമലാണ്, ഒരു കുഴപ്പവും ഇല്ല. ഈ വലിയ അനുഗ്രഹം തന്ന നല്ലൊരു കൈയടി കൊടുത്ത് വലിയൊരു സൗഖ്യം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആ സഹോദരി പറഞ്ഞ് ചെയ്ത് കണ്ടില്ലേ? അതാണ് അച്ഛൻ നിങ്ങളോട് പറയാൻ വരുന്നത്. അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരിലൊരു പുസ്തകം ഞാൻ പറഞ്ഞിരുന്നു വാങ്ങാനായിട്ട്. ഇതിൽ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ചെയ്യേണ്ട കാര്യങ്ങളും. ഒരു പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. നിങ്ങളോട് എല്ലാവരും അച്ഛന് പറയാനുള്ള ഒരു കാര്യം, അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേന. ഈ പ്രാർത്ഥന നിങ്ങളൊരു 90 ദിവസം ആ മകൾ കണ്ടതുപോലെ കണ്ടു പ്രാർത്ഥിച്ചു നോക്കിയേ കേട്ടോ. ഈ അടുത്ത അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശം എങ്ങനെയാണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും 90 ദിവസം അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ അന്തോണീസിനുള്ള നൊവേനയും ചൊല്ലി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. കണ്ടോ, കർത്താവ് ഇങ്ങനെ ഒരു സ്വരം കേൾപ്പിക്കുകയാണ്. ഈ മകളോട് ഞാൻ പറഞ്ഞത് അതായിരുന്നു, ഓരോ ദിവസവും ഓരോ ജപമാല. എല്ലാ ചൊവ്വാഴ്ചയും 7:30 അത്ഭുതങ്ങളെ ജപമാല. പക്ഷേ നമുക്ക് റെക്കോർഡ് ജപമാല ഇഷ്ടംപോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഈ ചൊവ്വാഴ്ച നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസം ഓരോന്നെടുത്ത് കാണാം. ചൊവ്വാഴ്ച വരുമ്പോൾ ലൈവ് കാണാം. അങ്ങനെ നിങ്ങൾ ഈ മകൾ 71ാമത്തെ മറ്റോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞൊരു അനുഭവം ഉണ്ടായത്. പിന്നീട് 90 ദിവസം കഴിഞ്ഞ് പോയി പരിശോധിച്ചപ്പോഴാണ് ഈ മഹാ അത്ഭുതം ഉണ്ടായത്. പ്രൈസലാം, വലിയ സാക്ഷിയാണ് കേട്ടോ. എൻ്റെ പേര് മോളി റാഫേൽ. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ തുരുത്തൂർ ഇടവയിൽ നിന്നാണ് വരുന്നത്. 24ാം വർഷത്തിൽ ജൂലൈ 20-ാം തീയതി എൻ്റെ മക്കൾ UK അങ്ങോട്ട് പോയി. ഞാനും എൻ്റെ ഭർത്താവും കൂടി. അവിടെ 10 ദിവസം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണാനൊക്കെ പോയി. 10ാമത്തെ ദിവസം ഭർത്താവിന് വയ്യാതെയായി. നടന്ന് കാറിൽ കയറി പോയ ആളാണ്. പിറ്റേ ദിവസം വെന്റിലേറ്ററിലാക്കി. അസുഖം കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് സാധിക്കുന്നില്ല. 12ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 13ാമത്തെ ദിവസം വീണ്ടും വെന്റിലേറ്റർ കയറ്റി. ഡോക്ടർ പറഞ്ഞു സ്ത്രീകളെല്ലാം പോകാം, ബോഡി കൊണ്ടുപോകാനുള്ള ആൾ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്ന്. അങ്ങനെ ആഗസ്റ്റ് 4-ാം തീയതി മുതൽ ഞാൻ അത്ഭുത ജപമാല കൂടാൻ തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു, ഈ മൊബൈലിൽ കണ്ടപ്പോൾ അത് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ 9/1 മാസത്തിലുള്ള ഒരു ജപമാല എനിക്ക് കിട്ടി. അപ്പോൾ റാഫേൽ അച്ഛൻ അതിൽ പറഞ്ഞു, വെന്റിലേറ്റർ ആയിരിക്കുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. ഞാൻ പറഞ്ഞ് മീര എന്നാണ് എൻ്റെ മോളുടെ പേര്. മീര എന്ന് എൻ്റെ അപ്പച്ചനെ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
25 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് 5 ദിവസം വാർഡിലും കിടന്ന് സുഖമായിട്ട് തിരിച്ചു പോന്നു. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞിന് പേരക്കുട്ടി 6 വയസ്സുണ്ട്. അവൾക്ക് എപ്പോഴും ശ്വാസം മുട്ടൽ വരും. പക്ഷെ അത് പുറമേ മനസ്സിലാവില്ല, ഈ കൊച്ചിന് പറയാനും അറിയില്ല. അപ്പം കൂടുതലാവുമ്പോൾ ഇവൾ കിടക്കും. കിടന്നു കഴിയുമ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ഓക്സിജൻ വളരെ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എപ്പോഴും ഇത് ഇടയ്ക്ക് 1 മാസം 2-3 പ്രാവശ്യം വരും. ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ആസ്മ എന്ന അസുഖം കുഞ്ഞുങ്ങളുടെ അസുഖം മാറുന്നെന്ന്. ആ ഫെബ്രുവരി തുടങ്ങി ഈ കൊച്ചിന് ഈ അസുഖം വന്നില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കൊച്ചിന് 2 മണിക്കൂർ ഇതുപോലെ വന്ന്. അപ്പം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലെന്ന്. അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയിൽ കൺവെൻഷൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറയാത്ത വ്യക്തി ഇവിടെ ഇരിക്കേണ്ടെന്ന്. ഞാൻ ഓടി അച്ഛൻ്റെ വരെ പോയി അച്ഛനോട് പറഞ്ഞ് അച്ഛാ അതെൻ്റെ ഭർത്താവാണ്. അപ്പം അച്ഛൻ പറഞ്ഞ് എൽ റുഹയിൽ വന്ന് സാക്ഷ്യം വരാമെന്ന് പറഞ്ഞ്. പിന്നെ 32 വർഷമായി ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടില്ല. ഇവിടെ ധ്യാനം കഴിഞ്ഞ് ധ്യാനത്തിനൊക്കെ ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ കുളിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു തോന്നൽ പച്ചവെള്ളത്തിൽ കുളിച്ച് നോക്കിയാലാന്ന്. പിന്നെ ഇന്ന് വരെയും പച്ചവെള്ളത്തിലാണ് കുളിക്കുന്നത്. അങ്ങനെ പിന്നെ മുട്ടുകൊത്താനുള്ള ഒരു അനുഗ്രഹവും കൂടി കിട്ടി. എൻ്റെ ഈശോയ്ക്കും മാതാവിനും അന്തോണീസ് പുണ്യാളനും ഒരുപാട് നന്ദി. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. ഒരു വലിയ അത്ഭുതകരമായ അത്ഭുതം ജീവിതത്തിൽ സ്വീകരിച്ചതിൻ്റെ സാക്ഷ്യമാണ് കേട്ടത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ജൂബി. ഞാൻ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കില് സിസ്റ്റേഴ്സിന്റെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ആ ദിവസങ്ങളിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നു 2-3 പേരെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട്. കാരണം അത് കേട്ടപ്പോൾ അതിലൊരാൾ ഞാനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്കൊരു 3-4 വർഷമായിട്ട് ഈ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമായിരുന്നു. അതായത് അലർജിയുടെ ഭാഗമായിട്ടാണ്. പല ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു, മരുന്ന് തന്നു, മാറും, പിന്നെയും വരും. ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കാൻ പറ്റൂല. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫേസ് നോക്കി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. കാരണം കണ്ണീന്ന് റൈറ്റ് സൈഡിലത്തെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ധ്യാനം കഴിഞ്ഞു നാട്ടിലെത്തിയ ശേഷം ഇതുവരെയും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഈശോ എന്നെ സുഖപ്പെടുത്തിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ പുത്തൻവേലിക്കര തിരുത്തൂർ സെന്റ് തോമസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഫെബ്രുവരി 16-ാം തീയതി ഇവിടെ താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു. അതിൽ ഞാനൊരു നിയോഗം വെച്ചിരുന്നു. എൻ്റെ മക്കൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ധ്യാനം കൂടി മെയ് 8-ാം തീയതി അവർ ഭാര്യയും ഭർത്താവും ഇറ്റലിക്ക് പോയി. അവർക്ക് ജോലിയായി. പിന്നെ ഞാൻ ഷാലോമിലെ എല്ലാ ശനിയാഴ്ചയും 6:30 ദൈവവചന ശുശ്രൂഷ കൂടുമായിരുന്നു. മാർച്ച് 29-ാം തീയതി ശനിയാഴ്ച റാഫേൽ അച്ഛൻ പ്രാർത്ഥനയിൽ വിളിച്ചു പറഞ്ഞാൽ അൽഫോൻസ് എന്ന മകളുടെ തൈറോയിഡ് സുഖപ്പെടുത്തുന്നു എന്ന്. ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് മരുന്ന് ആ മാസം ഡോക്ടറെ കാണാൻ പോകണമായിരുന്നു. വിളിച്ച് പറഞ്ഞാൽ 29-ാം തീയതി ഞാൻ എൻ്റെ മരുന്നൊക്കെ നിർത്തി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടറിന് ടെസ്റ്റ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്ത ആദ്യത്തെ റിപ്പോർട്ടും 2ാമത്തെ റിപ്പോർട്ടും കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടറിന് ആദ്യത്തെ റിപ്പോർട്ടിൽ അൽഫോൻസക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തേൽ തൈറോയിഡ് കാണുന്നില്ല. എന്ത് മരുന്നാണ് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു മരുന്നും കഴിച്ചില്ല. എൻ്റെ ഈശോയാണ് എനിക്കത് മാറ്റി തന്നതെന്ന് പറഞ്ഞ് എനിക്ക് 1000 ഈശോയോടും മാതാവിനോടും ഞാൻ 1000 നന്ദി പറയുന്നു. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഈ സമയം എൽ റുഹ ധ്യാന കേന്ദ്രത്തിലെ ചില അറിയിപ്പുകൾ അച്ഛന് അറിയിക്കാം. പല മക്കൾക്ക് ഇവിടുത്തെ ശുശ്രൂഷകളെ പറ്റി അറിയില്ല. സ്നേഹമുള്ളവരിവിടെ 4 ശുശ്രൂഷകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെ ജപമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും എന്ന ശുശ്രൂഷയാണ്. മറ്റൊന്ന് നമുക്കുള്ളത് എൽ റുഹ ദൈവവചന ശുശ്രൂഷ. ശാലോമിലൂടെയുള്ള എല്ലാ ശനിയാഴ്ചയും 6:30 എൽ റുഹ ദൈവവചന ശുശ്രൂഷയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷ അവിടുത്തെ താമസമുള്ള ധ്യാനങ്ങളാണ്. മാസത്തിൽ സാധാരണ രീതിയിൽ 2 ധ്യാനങ്ങളാണ് താമസമുള്ള ധ്യാനങ്ങൾ. ഞായറാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെ തീരുന്ന രീതിയിലുള്ള ധ്യാന ശുശ്രൂഷയാണ് എൽ റുഹ ധ്യാനങ്ങൾ. മറ്റൊന്ന് ഇവിടുത്തെ ഏകദിന ബൈബിൾ കൺവെൻഷനാണ്. എല്ലാ ശനിയാഴ്ചകളും, അത് ദുഃഖ ശനിയാഴ്ച ഉൾപ്പെടെ എല്ലാ ശനിയാഴ്ചകളും ഇവിടെ ഏകദിന ബൈബിൾ കൺവെൻഷൻ. അന്നേ ദിവസം ഇവിടെ വചന ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷകളും കുമ്പസാരവും കുർബാനയും മറ്റ് വാഹന വെഞ്ചരിപ്പും മൊബൈൽ പാസ്പോർട്ട് വെഞ്ചരിപ്പ് ഉൾപ്പെടെയുള്ള
എല്ലാ ശുശ്രൂഷകളും തന്നെ അന്നേ ദിവസം ഉണ്ടായിരിക്കുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് പ്രധാനപ്പെട്ട 4 ശുശ്രൂഷകൾ. മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ പ്രാധാന്യമാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി അറിവുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ? ഫാദർ ഗബ്രിയേൽ അമോൽത്ത്, സഭയിൽ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്ന ഫാദർ ഗബ്രിയേൽ അമോൽത്ത്, അത് സഭ അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകം എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി. പ്രധാനമായിട്ട് ഭൂതോച്ചാരണ വസ്തുക്കൾ ഈ ഹന്ന വെള്ളം, ഹോളി വാട്ടർ, പിന്നെ ഒലിവ് ഓയിൽ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, മറ്റൊന്നാണ് ഈ വെഞ്ചിരിച്ച ഉപ്പ് അല്ലെങ്കിൽ വെഞ്ചിരിച്ച തേൻ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വെഞ്ചിരിച്ച തേനിൻ്റെ ഉപയോഗത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി അല്പം തേൻ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മദ്യപാനാസക്തി മാറിക്കിട്ടാനും, ലഹരി വസ്തുക്കളുടെ അടിമത്തം മാറിക്കിട്ടാനും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കൂതാശകൾ വിശ്വാസമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അമിതമായ പിടിവാശി, അമിതമായ ജഡികാസക്തി, ഹൈപ്പർ ആക്ടിവിറ്റി, വിഭ്രാന്തി, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, മുഖക്കുരു, മുഖത്തിലെ പാടുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ തടസ്സമുള്ളവർ, അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ടവർ, ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാനും സൗഖ്യം കിട്ടാനൊക്കെ വെഞ്ചിരിച്ച തേൻ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ തന്നെ വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, അത് എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാൻ, സോറിയാസ് ഉൾപ്പെടെയുള്ള എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാനും, അലർജി രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, താരൻ്റെ ശല്യം, പാൻ ശല്യം, മൂക്കുരു, ഇങ്ങനെ പൈൽസ്, ഫിസ്റ്റുല, അനൽ ഫിഷർ, ഇങ്ങനെയുള്ള മൂക്കടപ്പ്, അഡിനോയിഡ്, ഇതൊക്കെ മാറിക്കിട്ടാൻ, ഇപ്പോൾ മൂക്കടപ്പൊക്കെ മാറിക്കിട്ടാൻ മൂക്കിൽ പുരട്ടുക, വിറ്റ്സ് പെട്ടണ പോലെ മൂക്കിൽ പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിലെ മുഴകൾ മാറിക്കിട്ടാൻ, ഇങ്ങനെ ബ്രസ്റ്റിലെ മുഴ, തലയിലെ മുഴകൾ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ വേദന, നടുവേദന, കൈമുട്ടുവേദന, കാൽമുട്ടിലൊക്കെ മാറിക്കിട്ടാൻ, ഇങ്ങനെ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ മാറിക്കിട്ടാൻ, ഇങ്ങനെ കൈവിഷം വയറ്റി പോയിട്ടുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഈ കൈവിഷം കളയാനും ഈ വെഞ്ചിരിച്ച തേൻ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ അത് കഴിക്കുന്നതും 2 സ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങളാണെങ്കിൽ അവിടെ പുരട്ടുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നാണ് വെഞ്ചിരിച്ച കല്ലുപ്പ്. അത് ഉപയോഗിക്കുന്നത് ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ, ബന്ധനങ്ങൾ അഴിയാൻ, കൃഷിസ്ഥലം ഫലഭൂയിഷ്ടമാകാൻ, സ്ഥലവിൽപ്പന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ, തുടർച്ചയായി രോഗപീഠകൾ ഭവനങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടാൻ, വളർത്തുമൃഗങ്ങളുടെ രോഗപീഠകൾ മാറിപ്പോകാൻ, ശരീരത്തിലെ രോഗപീഠകൾ മാറിപ്പോകാൻ ഭക്ഷണത്തിൽ ചേർക്കുന്നതും വെള്ളത്തിലിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ കലങ്ങിയ വെള്ളം, ഉപയോഗശൂന്യമായ വെള്ളം, അത് വിശദീകരിക്കപ്പെടാൻ വെഞ്ചിരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കല്ലുപ്പ് ഇങ്ങനെ വെതറിയിടുമ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത്? ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ ശക്തിയിൽ വെതറിയിടണം. ശക്തിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വെതറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിയാൽ മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കണം. കർത്താവേ, ഈ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ, ഈ വസ്തുക്കളിലൂടെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഞാനത് ഏൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം. ഒട്ടും വരാൻ പറ്റാത്തൊരു വിദേശത്ത് അങ്ങനെയുള്ളവർ മാത്രം അത് വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൽ തന്നെ പെട്ടതാണ് ഈ കുന്തിരിക്കയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റു വസ്തുക്കളും നമുക്ക് ആ രീതിയിൽ നമുക്ക് വെഞ്ചരിച്ച കുന്തിരിക്കം ഉപയോഗിച്ച് എല്ലാ ദിവസവും ബന്ധന പ്രാർത്ഥന ചൊല്ലി ആ വീടൊക്കെ ഹന്നാവളൊക്കെ തെളിച്ച് കുന്തിരിക്കം പോക്കുന്നതൊക്കെ നല്ലതാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സ്നേഹമുള്ളവർ, ഇവിടുത്തെ അച്ഛന് ഈ കഴിഞ്ഞ നാളുകളിൽ ഇറക്കിയ ഒരു പുസ്തകമാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരുള്ള ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് ഏൽറുഹ സ്റ്റോളിൽ നിന്ന് മാത്രമാണ് ലഭ്യമായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിദേശത്തോ ദൂരെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഈ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. മറ്റു കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന ഏൽറുഹ ശുശ്രൂഷകളിൽ ഒരു 80% അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ, ആ പേര് പറയുന്നത് പോലെ തന്നെ ഇത് സ്വർഗം അച്ഛന് തന്ന വെളിപ്പെടുത്തലുകളും സന്ദേശങ്ങളും അച്ഛൻ്റെ ഇത്ര നാളത്തെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും അറിവുകളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുക. അതിലൂടെയാണ് ഇത്രമാത്രം വ്യത്യസ്തമായ അത്ഭുതങ്ങൾ, ഒരാൾക്കും ചിന്തിക്കാൻ പോലും ഊഹിക്കാൻ പോലും പറ്റാത്ത അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ നാളുകളിൽ ഈ സെൻറ്ററിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ ഇവിടുത്തെ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന അച്ഛൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതൊരു മിഷൻ സ്റ്റേഷനാണ്. ഈ ഒരു കടലുണ്ടി പ്രദേശം താമരശ്ശേരി രൂപതയിൽപ്പെട്ട ഒരു അതിർത്തിയിൽപ്പെട്ട ഒരു ധ്യാന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അധികം ക്രിസ്ത്യാനികളില്ലാത്തൊരു സ്ഥലമാണ്.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന അച്ഛൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. പ്രേക്ഷിതർ ആയിട്ട് ആളുകൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് 3 മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഇവിടെ വന്നിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നവരുടെ ഗ്രൂപ്പാണ്. വന്നിരുന്ന് മധ്യസ്ഥം 2 ദിവസം 4 ദിവസം ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മറ്റൊന്ന് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുക. ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ ശുശ്രൂഷകൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാം. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ്. അവരും ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെ വാട്സപ്പിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരും. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടുത്തെ ശുശ്രൂഷകളെ പറ്റിയും ഇവിടുത്തെ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് മധ്യസ്ഥം വഹിക്കാം, ഇവിടെ വന്നിരുന്ന് മധ്യസ്ഥം വഹിക്കാം. വീട്ടിൽ നിന്ന് മധ്യസ്ഥം വഹിക്കേണ്ടവർ എന്താണ് ചൊല്ലേണ്ടത്? 4 ജപമാല, 1 കരുണക്കൊന്ത, 1 കുരിശിൻ്റെ വഴി, 20 മിനിറ്റ് സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർ നിഷ്ഠയായിട്ട് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുക. മറ്റൊന്ന് അച്ഛന് വേണ്ടി, റാഫേലച്ഛന് വേണ്ടി മാത്രമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. ഒരു മെസ്സേജിൻ്റെ വെളിച്ചത്തിലാണ് ചോദിക്കുക. പ്രത്യേകമായിട്ട് അത് അത്യാവശ്യമാണ് താനും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. അവർ ചൊല്ലേണ്ടത് അച്ഛന് വേണ്ടി മാത്രം മധ്യസ്ഥം വഹിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകാർ ചെയ്യേണ്ടത് ദിവസവും 1 ജപമാലയെങ്കിലും അച്ഛന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 ജപമാലയെങ്കിലും അച്ഛന് വേണ്ടി മാത്രം, അച്ഛൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി, അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ്. അവരും ഓഫീസുമായി കോൺടാക്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് ഏത് വിദേശത്ത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും അച്ഛന് വേണ്ടി 1 ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന സഹായം അച്ഛൻ തേടുകയാണ്. അവരും ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേരും നമ്പറും വാട്സപ്പ് നമ്പറും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. മറ്റൊന്ന് ഇവിടുത്തെ ഈ ധ്യാന കേന്ദ്രത്തെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ധ്യാന കേന്ദ്രത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ ദശാംശം നിങ്ങൾ എൽ റുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇവിടുത്തെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തന്ന് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഈ കാര്യത്തിലും നിങ്ങൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തൽ. ഒരുപാട് പേര് അതിന് മുന്നോട്ട് വരുന്നു. ആ സെൻറ്ററിന് വലിയൊരു സഹായമാണ്. 10,000 രൂപയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഒരു ദിവസം വലിയ ചിലവാണ് വരിക. അന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൗൺസിലിങ്, ഭക്ഷണം, കുമ്പസാരം, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും എല്ലാറ്റും അത് ഈ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തുന്നവരെല്ലാവരും കൂടി അത് നടത്തുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നന്ദിയായിട്ട്, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടും, അബോർഷൻ ചെയ്തതിൻ്റെ പാപത്തിന് പരിഹാരമായി, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയി അവരുടെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ ജോലി കിട്ടിയതിൻ്റെ നന്ദിയായി, അങ്ങനെ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം, വെഡ്ഡിങ് ആനിവേഴ്സറിനൊക്കെ നന്ദിയായി നമുക്ക് ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. നിങ്ങൾക്കും അതിലൂടെ അനുഗ്രഹം കിട്ടും. അതും ഈ സെൻറ്ററിനും വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെയുള്ള മക്കൾ, അതിന് താല്പര്യമുള്ളവരും ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നിയോഗങ്ങളും ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന്, എല്ലാ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഇവിടെ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഇവിടെ വരുന്നവർക്ക്, ഇവിടെ വന്നിട്ടുള്ള കൗൺസിലിംഗ് സൗകര്യമാണ്. ഇവിടെ വന്ന് നല്ലൊരു കൗൺസിലിംഗ് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ബുക്ക് ചെയ്ത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വന്ന് കൗൺസിലിംഗ് സ്വീകരിക്കാവുന്നതാണ്. മുൻകൂട്ടി ബുക്കിംഗ് നിർബന്ധമാണ്. മറ്റൊന്ന്, ഫോണിംഗ് കൗൺസിലിംഗ് ആണ്. വ്യാഴം വെള്ളി ഫോണിംഗ് കൗൺസിലിംഗ് ആണ്. വ്യാഴാഴ്ച ഇന്ത്യയിലുള്ള മലയാളികൾക്കും വെള്ളിയാഴ്ച വിദേശത്തുള്ളവർക്കും വിദേശത്തുള്ള മലയാളികൾക്കും ഫോണിംഗ് കൗൺസിലിങ്ങിന് സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊന്ന്, എല്ലാ ശനിയാഴ്ച 6:30 ശാലോം എൽ റുഹ ദൈവ വചന ശുശ്രൂഷ. അത് പ്രത്യേകമായിട്ട് പലർക്കും ഇപ്പോഴും അറിയില്ല. ആ ശുശ്രൂഷ വെറും 25-26 മിനിറ്റിൻ്റെ ശുശ്രൂഷയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന, അനുഗ്രഹം കിട്ടുന്ന ശുശ്രൂഷയാണ്. നിങ്ങൾ കാണുക, അത് മറ്റുള്ളവരെ അറിയിക്കുക. മറ്റൊന്ന്, താമസമുള്ള ധ്യാനം. ഒരുപാട് പേരാണ് താമസമുള്ള ധ്യാനത്തിന് വരിക. ഇപ്പോൾ പലപ്പോഴും കണ്ടിരിക്കുക മാനസിക രോഗികൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാനസിക രോഗികൾ ഒരിക്കലും താമസമുള്ള ധ്യാനത്തിന് വരരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് നമ്മുടെ ഇവിടെ ഏകദിന ബൈബിൾ കൺവെൻഷൻ. അവർക്ക് വന്ന് കൂടാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ ശുശ്രൂഷകൾ അവർക്ക് കൂടി പ്രാർത്ഥിക്കാം. ഒരുപാട് മാനസിക രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെയാണ്? ഈ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് പല മാനസിക രോഗികൾക്കും സൗഖ്യം കിട്ടിയിരിക്കുക. അതുകൊണ്ട് അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മാനസിക രോഗങ്ങൾ മാറിക്കിട്ടും. അത് ഇവിടെ വന്ന് സാക്ഷ്യം പറയുക. അല്ലാതെ ഒരിക്കലും മാനസിക രോഗികളുടെ താമസമുള്ള ധ്യാനത്തിന് വരരുത്, പറഞ്ഞു വിടരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതിൽ കൊച്ചുകുട്ടികളെ ഒരിക്കലും താമസമുള്ള ധ്യാനത്തിന് കൊണ്ടുവരരുത്. അതുപോലെ തന്നെ ഒരുപാട് പ്രായമായവരും താമസമുള്ള ധ്യാനത്തിന് വരരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.
എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കൗൺസിലേഴ്സ്, വരദാനങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് നല്ല അനുഭവത്തിൽ മറ്റുള്ളവരെ പറഞ്ഞു വിടാത്തക്ക രീതിയിൽ നല്ല വരങ്ങൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലേഴ്സിനെ എൽറുഹ ധ്യാന കേന്ദ്രത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽറുഹ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങളുടെ എല്ലാ വിപൽസന്ധികളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധൻ്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരിക്കുന്ന സാൻമാർഗിക പുണ്യങ്ങൾ അനുകരിക്കാനും ഞങ്ങൾ നീ പ്രാപ്തരാക്കണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമക്കളും ഉണ്ണീശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധി അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും നമ്മുടെ ആവശ്യം പറയാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തൃക്കരങ്ങൾ കൂടി ഉണ്ണിയേശ്വരനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ സുവിശേഷ സുഹൃതങ്ങളാ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസെ, ഭൗതിക വ്യാമോഹങ്ങളിലും ശാരീരിക ദുർമോഹങ്ങളിലും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശനാനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസെ, ഈ സുഹൃതങ്ങളാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിരവധിയായ ആവശ്യങ്ങളും അനവധിയായ യാചനകളുമായി ആശയോടെ അങ്ങേ പക്കൽ ഓടി വരുന്ന ഞങ്ങളെ കൈവേടിയിരുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യാസ ഭവനത്തിന്റെ ഏകാന്തതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും എളിയ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനവും അർപ്പിച്ച് വിശുദ്ധീര ഔന്നത്യത്തിലെത്തിയ വിശുദ്ധ അന്തോണീസെ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനം വിശുദ്ധനേ, പാതുവായിലെ അന്തോണിയെ പാരീതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ ഉണ്ണിലെ അനുഗ്രഹങ്ങൾ മണ്ണിലെന്നും പൊഴിക്കണേ. വിശുദ്ധ അന്തോണീസെ, ഇങ്ങനെ മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ.
യേശുവിൻ്റെ പക്കം ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും മാത്സര്യബുദ്ധിയും വെടിഞ്ഞ് യേശു കാണിച്ചെന്ന പാതയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് വഴികാട്ടിയാണമേ. മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കാണുവാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാകണമേ. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സർവസ്നാ ഞങ്ങളുടെ പിതാവേണ നാം ഉചിതമാണ്. മേട രാജ്യം വേണ്ട മേട തിരുമനസ് സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികൾ താവങ്ങയുടെ ഉടയസ്കളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസ് അങ്ങയിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അമൂല്യവരങ്ങളാ ദൈവം അങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മികവും ശാരീരമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസ് അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പാപത്തിൽ അകന്ന് ജീവിക്കുവാനും എല്ലാ ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്ന് മോചിതരാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ക്ഷുദ്രജീവികളുടെ ആക്രമണം രക്ഷ നേടുവാനും കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടാനും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ശാരീരിക മാനസിക ആധ്യാത്മികമായ എല്ലാ അസ്വസ്ഥതയും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ദൈവത്തിന് മനസ്സിന് വിധേയമായ ദൈവപരിമാനെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശയങ്ങളും കൂടെ ജീവിക്കാനും നിത്യജീവിതത്തിൽ അങ്ങയോടുകൂടെ പങ്കുചേരുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നൽകണമെന്ന് പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇരുകരങ്ങൾ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ടെന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ശരീര കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. ശിയാരിയ അപ്പോൾ ഞാൻ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ഞാൻ നിങ്ങളിൽ നിന്ന് രോഗനിർമ്മാർജ്ജനം ചെയ്യും. ഗർഭത്തിനമ്മ വന്ധ്യതയോ നാട്ടിലുണ്ടാകും. ഞാൻ നിനക്ക് ദീർഘായുസ് തരും. പോരാ ശബ്ദമുയർത്തി ആരാധിക്കും. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. എല്ലാവരും ശക്തമായി സ്തുതിക്കുക. അറിയാവുന്ന രീതിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ വേഗത്തിൽ ഉച്ചത്തിൽ പറഞ്ഞ് സ്തുതിക്കുക. ഭാഷാത്തിൽ സ്തുതിക്കുന്നു, പരസ്പരം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അമലേൽപ്പം പറയുമേ
മാലാഖമാരെ മുഖ്യ ദൂതന്മാരെ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈ ധ്യാനസനിലേക്ക് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്ന അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടേ, ദൃഢത കഴിയണമേ. സകല ശുദ്രം മന്ത്രവാദ അഭിചാര ഗുണോത്രം വിശുദോഷം ഐശാചക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും ഈ ശുശ്രൂഷയിൽ നിന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്ന ചന്ദ്രൻ ദൂരെയായിട്ടണമേ. പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസദന ദൈവത്തിന്റെ ശക്തിയായ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമണി സത്യനും മധ്യസ്ഥാനം നികാർ അപായ ഗുപ്രം അനാമായ ശക്തമായ സാധാരണ സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലും വായുവിലൂടെ വസ്ത്രത്തിലും ഭക്ഷണം കടന്നു വന്ന മാനസിക ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപഞ്ചം പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലുക്ക 4:8 മർക്കോസ് 16:5 ഉന്നിയാനം 3:8 പിശാചിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര മന്ത്രി വചന ശ്രദ്ധിയ സകലവിധ പ്രകൃതിശം ഇടിമിന് ഇടിവിട്ട് നാശനഷ്ടങ്ങള് ഉറപ്പ് ഉദ്ദേശം വാസി വൈരാഗം തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികള് ജടികാസ് ദിവ്യാസ് ഗോപാസ് ഭാഷണാശുദ്ധി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹം വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹത്തിന് ജോലി അറസം വിൽപ്പനാസം യാത്രാസം പഠനാസം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആദ്യം ബാക്കിയും ചെറുതൊരു രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റമായ ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസപരവന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സുധിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കുക ജപമാചക തടസ്സങ്ങള് രോഗശാന്തി സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങള് വരദാനം കിട്ടാനുള്ള തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങള് എനിക്ക് ശുശ്രൂഷകരുന്ന അപവാദ പ്രചരണം ദുഷ്പരണം കൂടിയാലോചന അതിന്റെ പിന്നിലെ എല്ലാ സാധാരണ ശക്തിയിലും ദുഷ്ടശക്തിയിലും ദുർഭൂതങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഈ ധ്യാനസ്ഥലിലോ കോമ്പൗണ്ടിലോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രവേശമെന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. 83 സംഗീതത്തിന്റെ അഭിഷേകം എണ്ണ മേൽത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ യേശുവേ. ആലുലി 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 ആലുലിയ വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ സ്വതന്ത്രമായി സ്തുതിക്കുന്നു. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം ഉണ്ടാകട്ടെ. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആലുലി 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 ചപലത മപത ബാലത ബബ ഹാല ബാല 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 ചിരിരിരിരി ആലുലി 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 ചിയാ റിയാ 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 ആലുലി 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 ചപലത മപത ബാത ബാല സമ ബബ ബാത ബബ ബബ ബാത ല ഹാല ചപലത ബബ ഹാല ബാത ബബ സുദുചേ ചപലത ബഖലത ബബ സലത ബബ ബാത ല ബബ സുദിക്കുന്നു എല്ലാവരും സുദുചേ ചിരിരിരി ആലുലി 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 ചപലത മബ ബബ ബബ സബലത മബ സമഹല ബബ ഇനിയും നടത്തണേ തിരുഹിതം പോ.
ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വസ്ഥാതിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കണം. ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉത്സവ ഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷീബ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഷീബയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശരീരത്തിലെ ചരട് കെട്ടിയവരെ ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ശരീരത്തിൽ കെട്ടിയിരിക്കുന്ന ചരടുകളെല്ലാം പൊട്ടിച്ചു കളയാൻ ഈശോ പറയുന്നു. കയ്യിൽ ചരട് കെട്ടിയവർ, അരയിൽ ചരട് കെട്ടിയവരൊക്കെ പൊട്ടിച്ചു കളയാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. കണ്ണിന് കാഴ്ചക്കുറവുള്ള സുനിത എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാനഡ എന്ന രാജ്യത്തിന് താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുക്കർ പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഈ വ്യക്തി കഴുത്തിൽ ഉത്തിരിയും ധരിച്ചതുകൊണ്ടാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് ഈശോ പറയുകയാണ്. അത് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർച്ചയായി പനി വരുന്ന മകളോട് മൂക്കുത്തി അഴിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. രണ്ടാം വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു മകന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഇടതുകാല് വളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ബാങ്ക് മാനേജറിനോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലോമിനയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീഞ്ഞുണ്ടാക്കി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവരെ കാണിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെയുള്ള ചാമ്പയ്ക്ക, ലൂപിക്ക, നെല്ലിക്ക, മുന്തിരി, ഇരുമ്പുളി, വൈൻ ഇതെല്ലാം നശിപ്പിച്ചു കളയാൻ കർത്താവ് സന്ദേശം തരികയാണ്. അതിലൊരു ഭവനത്തിൽ എപ്പോഴും കലഹം വരുന്നതായിട്ട് കാണിക്കുകയാണ്. വേറൊരു വ്യക്തിക്ക് എപ്പോഴും ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണിക്കുകയാണ്. ഈ വീഞ്ഞ് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില വീടുകളിലൊക്കെ ഒരുപാട് കലഹം, ചില വ്യക്തികൾക്ക് ഇയർ ബാലൻസിന്റെ അസുഖം ഇതെല്ലാം കാണിക്കുന്നു. ഈ വീഞ്ഞെല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ ഈ കലഹവും ഇയർ ബാലൻസിന്റെ രോഗപീഠകളൊക്കെ മാറിപ്പോകുന്ന സന്ദേശം തരികയാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പശുക്കൾക്ക് എന്നും രോഗപീഠകൾ വരുന്ന വീട്ടുകാരോട് ആ പശു തൊഴുത്തിന്റെ ചുറ്റും വെഞ്ചരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. നിശാന്തിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഓക്സിജന്റെ അളവ് കുറഞ്ഞ് തലകറക്കം വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കഴുത്ത് ഉറയ്ക്കാത്തൊരു കൈക്കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഓവർ ടെൻഷനുള്ള ഒരു MBBS വിദ്യാർത്ഥിയോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മസിൽസ് ക്ഷയിച്ചു പോകുന്ന അവസ്ഥയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുള്ള ഒരാളുടെ കഴുത്തിൽ ഉത്തിരിയം ധരിപ്പിക്കാനും ബന്ധന പ്രാർത്ഥന ചൊല്ലാനും കർത്താവ് സന്ദേശം തരുന്നു. ഓവർ ബ്ലീഡിംഗ് ഉള്ള 5 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു സിസ്റ്ററുടെ വർഷങ്ങളോളം പഴക്കമുള്ള അതിശക്തമായ മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പാട്ടുകാരന്റെ വോക്കൽ കോഡിന്റെ രോഗാവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആൽബിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. എപ്പോഴും പനിയും മറ്റ് രോഗപീഠകളും വരുന്ന ശുശ്രൂഷകനായ വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വൈദികനെ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. വെഞ്ചരിച്ച തേൻ കഴിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു സ്ഥലത്തു നിന്നും ചൊറിയാമ്പുഴുവിന്റെ ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ലിവറിന് രോഗാവസ്ഥയുള്ള ഒരാളെ കാണിക്കുന്നു. ഈ വ്യക്തിയുടെ കൈവശം ലിവറിന് രോഗം വന്ന് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നശിപ്പിച്ചു കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കോംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള ഗർഭിണിയായ ഒരു മകൾക്ക് കർത്താവ് സുഖപ്രസവം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കുരങ്ങ് ശല്യത്തിൽ നിന്ന് വിടുതൽ നൽകിയ ഒരു കൃഷി സ്ഥലത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആനിക്കാമ്പോയിൽ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. 9 പേര് ചേർന്ന് വാങ്ങിയ ഒരു സ്ഥലത്തിന്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയ വിൻസെന്റ് എന്ന മകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചേറൂര് എന്ന സ്ഥലപ്പേര് തരുന്നു. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. ശക്തമായ തൊണ്ടവേദനയുള്ള ഒരു പ്രാർത്ഥിച്ചോ സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ വായനാറ്റുള്ള ഒരു പ്രാർത്ഥിച്ചോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. ശക്തമായ ബോഡി പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ കർത്താവ് വളർത്തുന്നതായിട്ട് സന്ദേശം തരുന്നു. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാവരും ശക്തമായി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കൈക്കാൽ തരിപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പാർക്കിൻസൺസ് രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. പാർക്കിൻസൺസ് മൂലം കൈ വിറയിലൊക്കെ ഉള്ളവർ പ്രാർത്ഥിച്ചോ. വിറയില് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിവാഹ തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങൾ നീങ്ങി പോകുന്നതായിട്ട് മാറിപ്പോകുന്നതായിട്ട് സന്ദേശം തരുന്നു. 1-ാം പ്രമാണ ലംഘനം നടത്തിയ മക്കളോട് തുറന്നു കുമ്പസാരിക്കാനും യേശുവിന്റെ ഹൃദയത്തെ 1-ാം സ്ഥാനം കൊടുത്ത് പൂജിക്കാൻ സന്ദേശം തരുന്നു. മുട്ടുവേദന മൂലം നടക്കാൻ ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കടബാധിത മൂലം കഷ്ടപ്പെടുന്ന 2 കുടുംബങ്ങൾക്ക് ഈശോ അത്ഭുതകരമായി വഴി തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. നെഞ്ചിൽ കഫം കെട്ടിയിട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിദേശ യാത്രാ തടസ്സമുള്ളവർ പ്രാർത്ഥിക്കുക. വിദേശ യാത്രാ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഡിവോഴ്സിന് ഒരുക്കുന്ന മക്കളെ കാണിക്കുന്നു. ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെട്ട് ആ ഡിവോഴ്സ് എല്ലാം മാറിപ്പോയി ആ ഭാര്യയും ഭർത്താവും പരസ്പരം യോജിപ്പിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരികയാണ്. തലവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഗ്യാസിന്റെ അസ്വസ്ഥത കർത്താവ് സൗഖ്യം നൽകി ഗ്യാസ് ട്രബിൾ സൗഖ്യം നൽകി
നൽകി അനുഗ്രഹിക്കുന്നു. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് 4 ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനെ പ്രേക്ഷിത വേലയ്ക്കായിട്ട് കർത്താവ് തെരഞ്ഞെടുക്കുന്നതായിട്ട് സന്ദേശിച്ചിരുന്നു. വർഗീസ്, റിൻഡോ ഈ പേരുകൾ ഈശോ തരുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹാലലി 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 ഹാലലിയ. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരികയാണ്. ഹാലലി ഹാലലി. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തമായ പ്രകാശം ഇത് കണ്ടുകൊണ്ട് ഇരിക്കുന്ന എല്ലാവരിലേക്ക് ഒഴുകുന്നതായിട്ട്, പലരിലേക്ക് അത് വലിയ ദൈവാനുഭവമായിട്ട് കൊടുക്കുന്നതായിട്ട് ഈശോ സന്ദേശം തരികയാണ്. ബയോപ്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. ബയോപ്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ഹാലലിയ ഹാലലിയ ഹാലലിയ. എൽസ എന്ന കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജുവാന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എലിസബത്ത് എന്ന മകളുടെ ആമവാദം കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സഹോദരനോട് കാതിലെ കമ്മല് അഴിച്ചുമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഷീല എന്ന മകളുടെ തൈറോയിഡ് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന ഒരു ബാങ്ക് മാനേജരോട് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാൻ കർത്താവ് സന്ദേശം തരുന്നു. കരൾ രോഗം ബാധിച്ച് കിടപ്പിലായ ഒരു സഹോദരനോട് കഴുത്തിൽ വെന്തിങ്ങി ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹാലലിയ ഹാലലിയ. കർമ്മല മാതാവിനോടുള്ള പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 40 വർഷത്തോളമായി സൈനസൈറ്റിസ് ഉള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അരുൺ എന്ന മകന്റെ കോടതി കേസ് കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ബേക്കറിയിൽ നിന്നും എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഗർഭപാത്രത്തിൽ മുഴയുള്ള ഗർഭിണിയായ ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മിൻസി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീട് പണി പൂർത്തിയാവാത്ത ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിലെ സംസാര തടസ്സമുള്ള ഒരു കുട്ടിയെയും കർത്താവ് അടയാളമായിട്ട് കാണിക്കുന്നു. ഈ വീട്ടുകാരോട് എന്നും ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ കർത്താവ് ആ വീട്ടുകാർക്ക് സന്ദേശം തരികയാണ്. ശോഭ എന്ന മകളുടെ പറമ്പിൽ നിന്ന് ആനശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. മൂത്രത്തോടൊപ്പം രക്തം പോകുന്ന അവസ്ഥയുള്ള ഒരു പ്രായമായ സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വീട്ടിലെ പട്ടിക്ക് 1-ാം സ്ഥാനം നൽകുന്ന വർഷങ്ങളായി വാതരോഗമുള്ള ഒരാളോട് ദൈവത്തിന് 1-ാം സ്ഥാനം നൽകാനും തുറന്നു കുമ്പസാരിക്കാനും കർത്താവ് സന്ദേശം തരികയാണ്. ഇടത്തെ കാലിന്റെ എല്ലിന് വളവുള്ള ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വെള്ളപ്പോക്ക് എന്ന രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ബിനിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ജന്മന മുടന്തുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കപ്പൂച്ചിൻ വൈദികനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുഴുവൻ സമയവും ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്ന ഒരു കിടപ്പ് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കുത്തി ചുമയുള്ള സഹോദരനോട് തുറന്നു കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ള ഹൈപ്പർ ആക്റ്റീവായ ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 4 മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ ശ്വാസതടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ബസ് കണ്ടക്ടറായ ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സർജറിക്കായിട്ട് ഒരുങ്ങുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിപിൻ എന്ന മകന്റെ ജോലി തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹാലലിയ ഹാലലിയ. മകളുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയോട് സെക്കൻഡ് സ്റ്റഡ് ഉരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു വീട്ടിൽ നിന്നും പാറ്റശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. എല്ലിന് ബലക്കുറവുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 4 പേരുടെ മസിൽ കയറ്റം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബെല്ല എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു മകളുടെ ടോൺസിലൈറ്റിസ് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. റാണി എന്നൊരു പേരും കർത്താവ് അതോടൊപ്പം തരുന്നുണ്ട്. ഹാലലിയ ഹാലലിയ. മുണ്ടുനീര് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി ഒരു മകളെ അനുഗ്രഹിക്കുന്നു. കൊതുക് കടിക്കും അലർജി ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചു കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഷോക്കേറ്റ് വലിയ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആ വ്യക്തി കഴുത്തിൽ ഉത്തിരിയം ധരിച്ചതുകൊണ്ടാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് ഈശോ പറയുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ബീഫ് കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നടുവേദന മൂലം ബെൽറ്റ് ഇട്ടിരിക്കുന്ന ലിൻസി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിബി എന്ന മകന്റെ മോണപ്പഴുപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. എല്ലു വളർച്ച കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷകളെ സഹായിക്കാൻ, ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ദശാംശം കൊടുക്കുമ്പോൾ ബന്ധന അഴിയും. ദശാംശം കൊടുക്കൽ ഒരു ബന്ധന പ്രാർത്ഥന ശുശ്രൂഷയാണെന്ന് ഈശോ പറയുന്നു. ഹാലലിയ ഹാലലിയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് ഹാലലിയ. അവിടെ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് അനുഗ്രഹം കർത്താവ് മാതാവ് വഴിയും വിശുദ്ധ അന്തോണിസിന്റെ മധ്യസ്ഥം വഴിയും വർഷിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സ്തുതിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശബഹാല ബാല 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 ശബലത മബദ ബല സബലത മബഹാല ബാല ബാല ശബലത മബഹാല ബാല 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 ബാല. വിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ. സാക്ഷിയാക്കി മാറണേ, പ്രേക്ഷകനാക്കി മാറണേ, ശുശ്രൂഷനാക്കി മാറണമേ, പ്രേക്ഷക വേല ചെയ്യാൻ ഒരുക്കണമേ. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ, കരുണയായിരിക്കണേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ
ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങളും സ്വർഗത്തോളം ഉയർത്തി വിളിച്ചു നമുക്ക് എന്ത് മാത്രം സ്നേഹിച്ചോടുണ്ട്. അത്ര ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. കേൾക്കണേ രോദനം